ഹലോ ഗൈസ്, ഹലോ. സോ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നീറ്റിന്റെ PYQs ആണ്. സോ അതും പ്രത്യേകിച്ച് നമ്മുടെ ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല രീതിയിൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്റർ ആണ്. ഓക്കെ, സോ ആ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ ഇന്ന് 4 ക്വസ്റ്റ്യൻസ് എങ്ങനെ ഈ പറയുന്ന പോലെ 4-5 മിനിറ്റിനുള്ളിൽ പഠിക്കാം എന്നുള്ളതാണ്. 4 ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് 16 മാർക്കാണ്. യെസ്, സോ ഈ 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് പെട്ടെന്ന് പഠിക്കാം. എല്ലാം എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങൾ മുമ്പേ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നോട് പറയാ. അതേപോലെ ഞാൻ ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ടെങ്കിൽ 4 എണ്ണത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ടെങ്കിൽ എനിക്ക് കമന്റ് സെക്ഷനിൽ എഴുതി തരണം. ഓക്കെ, സോ എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എനിക്ക് എഴുതി തരണം, കേട്ടല്ലോ. റൈറ്റ്, വിൽ സ്റ്റാർട്ട് വിത്ത് ദ ഫസ്റ്റ് വൺ. Okay, so what is the criteria for DNA fragment movement in agarose gel electrophoresis? Okay, so നമുക്ക് പ്രോസസ് ഉണ്ട് സെപ്പറേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന പ്രോസസ് ആണ് agarose gel electrophoresis. Okay, so ഈ agarose gel electrophoresisനകത്ത് എന്തിന്റെ ബേസിസിലാണ് DNA-യുടെ ചെറിയ ഫ്രാഗ്മെന്റ്സ് മൂവ് ചെയ്യുന്നതെന്നുള്ളതാണ്. Okay, so first option, the larger the fragment size, the farther it moves. വലിപ്പം കൂടുന്നതോറും ദൂരം പോവോ? ഇല്ല. The smaller the fragment size, the farther it moves. ശരിയാണ്. ബാക്കിയുള്ളതും കൂടെ എന്തായാലും വായിച്ചു നോക്കണം. പോസിറ്റീവ്ലി ചാർജ് ഫ്രാഗ്മെന്റ്സ് മൂവ് ടു ദ ഫാദർ എൻഡ്. പോസിറ്റീവ്ലി ചാർജ് ഫ്രാഗ്മെന്റ്സ് ഒരിക്കലും ഉണ്ടാവില്ല, കാരണം DNA നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. നെഗറ്റീവ്ലി ചാർജ് ഫ്രാഗ്മെന്റ്സ് ഡു നോട്ട് മൂവ്. ഒരിക്കലും ഇല്ല. എല്ലാ DNA ഫ്രാഗ്മെന്റ്സും നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ്. എന്തായാലും ചാർജിനനുസരിച്ച് അവർ മൂവ് ചെയ്യും. പക്ഷെ അതിനേക്കാൾ കൂടുതൽ എഫക്റ്റ് ഉണ്ടാവും എന്തിന്? ഫ്രാഗ്മെന്റിന്റെ സൈസിന്. ഓക്കെ, സോ പോസിറ്റീവ് ചാർജ് അല്ല. ഫസ്റ്റ് ഓഫ് ഓൾ നെഗറ്റീവ്ലി ചാർജ്ഡ് ആണ് DNA. അതിനപ്പുറം മെയിൻ ആയിട്ട് നമ്മൾ ഓർക്കേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നെഗറ്റീവ്ലി ചാർജ് DNA മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ ആ മൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള എന്താ പറയുക, ഏറ്റവും വലിയ എഫക്റ്റ് എന്ന് പറയുന്നത് ദ സ്മോളർ ദ ഫ്രാഗ്മെന്റ്സ്. സോ ചെറിയ ഫ്രാഗ്മെന്റ്സ് ആകുമ്പോഴത്തേക്കും വേഗം ഓടിക്കോളും. ഓക്കെ, സോ ദാറ്റ് ഈസ് അവർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻസർ ഇസ് B. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. A gene whose expression helps to identify transformed cells. So നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്ത് കഴിഞ്ഞിട്ട് ട്രാൻസ്ഫോം ചെയ്ത സെൽസിനെ എങ്ങനെയാണ് വേർതിരിക്കാൻ പറ്റുന്നത്, എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവാൻ പറ്റുന്നത് ഇത് ട്രാൻസ്ഫോംഡ് ആണ്, സക്സസ്ഫുൾ ആയിട്ടുള്ള അറ്റംപ്റ്റ് ആണെന്നുള്ളത്? സെലക്ടബിൾ മാർക്കർ, വെക്ടർ, പ്ലാസ്മേഡ്, സ്ട്രക്ചറൽ ജീൻ. വളരെ എളുപ്പമുള്ള ആൻസർ ആണ്. ഞാൻ ഇതാ കാണിക്കാൻ പോകുന്നു. 3, 2, 1. യെസ്, സോ സെലക്ടബിൾ മാർക്കേഴ്സ് യൂസ് ചെയ്തിട്ടാണ് നമുക്ക് പഠിക്കാൻ പറ്റുന്നത്, അല്ലെങ്കിൽ അറിയാൻ പറ്റും എന്താണ് അവിടെ ആക്ച്വലി സംഭവിക്കുന്നത്. സോ എന്തൊക്കെയാണ് സെലക്ടബിൾ മാർക്കർ? ഒന്നെങ്കിൽ നമുക്ക് LAC-A ജീൻ യൂസ് ചെയ്യാം. ഓക്കെ, LAC-A ജീൻ, അതായത് ബീറ്റ ഗാലക്ടോസിനുള്ളത്, ഗാലക്ടോസിഡേസ് എൻസൈം. ഓക്കെ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത് ആന്റിബയോട്ടിക്സ് ആണ്. ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്. ഏതൊക്കെയാണ് നമ്മുടെ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസ്? യൂഷ്വലി നമ്മൾ ഉപയോഗിക്കാറുള്ളത് ആംപിസിലിൻ, ടെട്രാസൈക്ലിൻ. ഓക്കെ, സോ ഇതൊക്കെയാണ് സെലക്ടബിൾ മാർക്കേഴ്സ്. അതിനനുസരിച്ച് അത് വളരും. സോ ഈ സെലക്ടബിൾ മാർക്കേഴ്സിന്റെ ജീനിനെ നമ്മൾ കട്ട് ചെയ്തിട്ടായിരിക്കും യൂഷ്വലി നമ്മുടെ ജീൻ ഓഫ് ഇൻട്രസ്റ്റ് ആഡ് ചെയ്യുക. ഗോട്ട് ഇറ്റ്? അപ്പോൾ എളുപ്പമുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ഏതാണെന്ന് നമുക്ക് നോക്കാം. A foreign DNA and plasmid cut by the same restriction endonuclease can be joined to form a recombinant plasmid by using what? So ഇവരുടെ കഥയിൽ മുഴുവൻ പറഞ്ഞു, അവസാനത്തെ ഭാഗം മാത്രമേ ചോദിക്കുന്നുള്ളൂ. ഓക്കെ, സോ അവര് നല്ലോണം കട്ട് ചെയ്തു, സെപ്പറേറ്റ് ചെയ്തു. ഇനി അത് ജോയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്താണ്? EcoR1, Taq polymerase, polymerase 3 and ligase. ഇതും വളരെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഇതിനകത്ത് ഒരുപാട് കോൺസെപ്റ്റ് ആലോചിച്ച് ഉണ്ടാക്കി എടുക്കേണ്ട ആവശ്യമില്ല. റൈറ്റ്, സോ ഇത്ര എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാറുള്ളത്. സോ ഇഫ് യു നോ ആൻസർ ഇസ് ligase. ഓക്കെ, സോ എൻഡോന്യൂക്ലിയസ് എൻസൈംസ്, റെസ്ട്രിക്ഷൻ എൻഡോന്യൂക്ലിയസ് സിസേഴ്സ് ആയിട്ട് യൂസ് ചെയ്യുമ്പോൾ ഫെവിക്കോൾ ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ligase. ഓക്കെ, ഇനി നമുക്ക് ലാസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. Which of the following is not a component of downstream processing? Downstream processing എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് എല്ലാം കഴിഞ്ഞിട്ട് വലിയ ഫെർമെന്റേഴ്സിനകത്ത് അല്ലെങ്കിൽ ബയോ റിയാക്ടേഴ്സിനകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള പ്രോട്ടീനോ എൻസൈമോ ഒരുപാട് അളവിൽ ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനെ എങ്ങനെയാണ് നമുക്ക് കയ്യിലെടുക്കാൻ പറ്റുന്നത്? ഐസൊലേറ്റ് ചെയ്ത് നമ്മുടെ കയ്യിൽ പ്യൂരിഫൈ ചെയ്തിട്ടുള്ള പ്രോസസ്, നമ്മുടെ പ്രൊഡക്റ്റ് എങ്ങനെ കയ്യിൽ കിട്ടും എന്നുള്ളതാണ്. ആ പ്രോസസ്സിനാണ് നമ്മൾ ഡൗൺ സ്ട്രീം പ്രോസസ്സിംഗ് എന്ന് പറയുന്നത്. ഇതിനകത്ത് എന്താണ് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന്റെ ഭാഗമല്ലാത്തത്? സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രിസർവേഷൻ, എക്സ്പ്രഷൻ. ഇതും ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്, ഞാൻ ഒന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ല. എക്സ്പ്രഷൻ,
ഓക്കെ, സോ ഈ സെപ്പറേഷൻ, പ്യൂരിഫിക്കേഷൻ, പ്രിസർവേഷൻ ഒക്കെ നമ്മൾ ചെയ്യുന്ന ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന്റെ ഭാഗങ്ങളാണ്. ഓക്കെ, സോ ഇതൊക്കെ ഓരോരോ സ്റ്റെപ്സ് ആണ്. പക്ഷെ എക്സ്പ്രഷൻ എന്ന് പറയുന്നത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന്റെ അല്ല, അതിന് മുമ്പുള്ള കാര്യമാണ്. അതായത് എക്സ്പ്രഷൻ നന്നായിട്ട് വരുന്നുണ്ടോ, ആ നമ്മൾ കൊടുത്ത ജീൻ ഓഫ് ഇൻട്രസ്റ്റ് നല്ല രീതിയിൽ എക്സ്പ്രസ് ആവുന്നുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നത് അത് വേറെ ക്വാളിറ്റി കൺട്രോൾ ആണ്. അത് ഡൗൺ സ്ട്രീം പ്രോസസ്സിങ്ങിന്റെ അടിയിൽ വരത്തില്ല. ഓക്കെ, അത് ജനറ്റിക് എഞ്ചിനീയറിംഗ് നമ്മൾ റീകോംബിനന്റ് DNA ഉണ്ടാക്കുമ്പം ചെക്ക് ചെയ്യുന്ന കാര്യങ്ങളാണ്. റൈറ്റ്, സോ നമ്മൾ 4 ക്വസ്റ്റ്യനും ചെയ്തു. 4 ക്വസ്റ്റ്യൻ അത് എത്ര എണ്ണം കറക്റ്റ് ആയിട്ടുണ്ട് വേഗം വേഗം പറയൂ കമന്റ് സെക്ഷനിൽ. പിന്നെ ഇതുപോലെ കുറെ വീഡിയോസ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്, ഇതുപോലെ കൂടുതൽ വീഡിയോസ് ചെയ്യാനായിട്ട്. ഇതെന്തായാലും ഈ 4 ക്വസ്റ്റ്യൻ പഠിച്ചു. ഓൾമോസ്റ്റ് 16 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ചെയ്തത്. ഇതുപോലെ ഇനിയും ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ വരുന്നതായിരിക്കും. അതുവരെ സ്റ്റേ ട്യൂൺഡ് ആൻഡ് ടേക്ക് കെയർ. ബൈ.